ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും വോട്ട് കൊള്ള ആരോപണത്തിലും പ്രതിഷേധം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ബീഹാറിലെ സസറാമിൽ ഇന്ന് രാവിലെ 11:30 മണിക്കാണ് വോട്ട് അധികാർ യാത്ര ആരംഭിക്കുക. 30 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രയിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ അണിനിരക്കും. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൽഹി വാർത്തയാണ്. ബീഹാറിലെ സസറാമിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിനീത, എങ്ങനെയുണ്ട് സസറാമിലെ ജീവിതം? അവിടെ എപ്പോഴാണ് എത്തിയത്? കാര്യങ്ങളൊക്കെ എങ്ങനെ? അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മാത്രമല്ല രാഹുൽ ഗാന്ധി 11:30 മണിക്ക് മറ്റൊരു കലാപത്തിന് തുടക്കം കുറിക്കുകയാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ സസ്റാമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമുക്ക് പിന്നിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ പ്രധാന വേദി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ വേദിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവും ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകും. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 30 മണ്ഡലങ്ങളിലൂടെയായിരിക്കും ഈ വോട്ടർ അധികാർ യാത്ര കടന്നു പോകുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും ഒപ്പം തന്നെ ഈ വോട്ട് കൊള്ളയ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത്. SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ അതിന് മറുപടി നൽകുക കൂടി ഈ ബീഹാറിൽ നിന്ന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ മുന്നണി നേതാക്കളടക്കം ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2024 തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇന്ത്യ മുന്നണിയിൽ അത്ര വലിയ ഒരു ഒന്നിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നാലെ ഈ വോട്ട് കൊള്ള ആരോപണവും ഒപ്പം തന്നെ വോട്ടർ പട്ടിക ഈ പരിഷ്കരണത്തിനുമൊക്കെ എതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ, ഇതൊക്കെ തന്നെ ഒന്നിച്ച് ഇതിനെ സംസ്ഥാന തലങ്ങളിലേക്ക് അടക്കം ഉയർത്തിക്കൊണ്ട് കൂടുതൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, കൂടുതൽ മെഗാ റാലികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിന്റെ ലക്ഷ്യത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യവും ഒപ്പമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേതാക്കളൊക്കെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ബീഹാറിലേക്ക് എത്തിച്ചേരും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സസ്റലിൽ നിന്നാണ് ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നമുക്ക് ഈ കാണുന്ന വേദിയിൽ രാഹുൽ ഗാന്ധി എത്തും. ഇവിടെ നിന്നായിരിക്കും യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുക. തുടങ്ങി ഇവിടെ നിന്ന് 1300 കിലോമീറ്ററോളം അദ്ദേഹം സഞ്ചരിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, 16 ദിവസം നീണ്ടു നിൽക്കുന്ന റാലി. ഇതിൽ 3 ദിവസം ഒരു ഇടവേള കൂടി എടുക്കുന്നുണ്ട്. ഓരോ മേഖലകളിലേക്കായിരിക്കും ഈ യാത്ര പോകുന്നത്. അതിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലകളിലേക്കടക്കം രാഹുൽ ഗാന്ധി സന്ദർശിക്കും. അവിടെയുള്ള ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അവരുടെ ആശങ്കകൾ നേരിട്ടറിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വിപുലമായിട്ടുള്ള ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരടക്കം ഈ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ വോട്ടർ അധികാർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇവിടെ തുടക്കം കുറിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, അത് ഇങ്ങനെ 30ഓളം മണ്ഡലങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. സെപ്റ്റംബർ 1 ഒരു മെഗാ റാലി കൂടി സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ തേജസ്വി യാദവ്, ഒപ്പം മല്ലികാർജ്ജുൻ ഖർഗെ, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഈ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായേക്കും. ഭരണഘടനയും ഒപ്പം തന്നെ ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും ഇന്ത്യ സഖ്യവും നൽകുന്നുണ്ട്. ബീഹാറിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ നിരവധി ഈ ഗ്രാമമേഖലകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നൊരു കാര്യവും കഴിഞ്ഞ ദിവസം ഈ പുറത്തു വന്ന കണക്കുകൾ തന്നെയായിരുന്നു. അതിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ ഏർപ്പെടുത്തുന്നതിന് പിന്നാലെ ഏതാണ്ട് 65 ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തുപോയി. അവരുടെ ആശങ്കകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വച്ചതാണ്. അത്തരം ആശങ്കകൾക്കൊക്കെ കൂടിയുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സസ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ വേദിയിലാണ് 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തുന്നത്. വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഇന്ന് ബീഹാറിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ബീഹാറിലെ സസറാമിൽ നിന്ന് വിനീത വിജിയാണ് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.